ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് ഒരു കാര്യം പറയാനായിരുന്നു. ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാര്യം എന്താ ഞാൻ പറയാം. ഇന്ന് ഞങ്ങളുടെ AI ക്ലാസ്സിലിരുന്ന് ഞാൻ ഓറഞ്ച് ഡേറ്റ മൈനിങ് ടൂളിനെ പറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി, ഞാൻ പേര് പറയുന്നില്ല, എന്നെ പുറകിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് നിൻ്റെ ദിവസം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ ദിവസമോ? ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ. പറഞ്ഞു, അല്ല അതല്ല, നീ ഇടത്തെ കൈയല്ലേ? പറഞ്ഞു, അതെ. ഇന്ന് ഇടത്തെ കൈക്കാരുടെ ദിവസം, ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ലാസ്റ്റ് എന്നെ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ എന്നും പറഞ്ഞ് എന്നെ വിഷ് ചെയ്തത് എൻ്റെ കസിനായിരുന്നു. അത് കൊറോണ സമയത്താട്ടോ, ഒരുപാട് വർഷം മുമ്പാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൊറോണ സമയത്ത് അവന് ഞാൻ അവനാണ് കേട്ടോ വിളിക്കുന്നത്, ലാപ്ടോപ്പിൽ എന്തോ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഇന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ്, നിന്റെ ദിവസമാണ്. അതേപോലെ തന്നെയാണ് ഇന്നും പറഞ്ഞത്. എന്താ പറയുക, എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ഞങ്ങൾ 4 പേരിൽ ഞാൻ മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഈ കറികളിലൊക്കെ എന്തെങ്കിലും ഇളക്കുമ്പോൾ പറയും, ഇടത്തെ കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നു, കണ്ടിട്ട് ദേഷ്യം വരുന്നു, താഴെ പോവും. ഞാൻ ഈ ചോറൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേ താഴെ പോവും, ഇടത്തെ കൈയിട്ടല്ല ചെയ്യുന്നത് എന്നൊക്കെ പറയും. എന്തിനിങ്ങനെ പറയുന്നു? ടുഡേ ഇറ്റ്സ് ദ അൾട്ടിമേറ്റ് റിവെഞ്ച് ഡേ ഫോർ മീ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്തോ എനിക്കത് പറയണമെന്ന് തോന്നി, ബിക്കോസ് ഐ എം സൂപ്പർ ഹാപ്പി ഇൻ ദാറ്റ്. അപ്പം ഞാൻ എപ്പോഴും എന്നെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റൈറ്റ് ഹാൻഡേഴ്സ് ഡേ എന്നും പറഞ്ഞിട്ടൊരു ദിവസം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ബട്ട് ഇറ്റ്സ് കോമൺ, ബിക്കോസ് ഇറ്റ്സ് കോമൺ. ബട്ട് വാക്കുകളൊക്കെ തിരിയുന്നു. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ എന്ന് പറയുന്നൊരു ഡേ ഞാൻ കേട്ടിട്ടുണ്ട്. സോ